എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ബിഫാം ലാറ്ററൽ എൻട്രി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികൾക്ക് ഡിസംബർ 16 വരെയാണ് ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ സാധിക്കുക. വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതായത് കാൻഡിഡേറ്റ് പോർട്ടൽ ലിങ്കുകൾ എന്നുള്ള ഭാഗത്ത് ബിഫാം ലാറ്ററൽ എൻട്രി 2024 ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആപ്ലിക്കേഷൻ പോർട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു നീല കളർ നിങ്ങൾക്ക് വന്നത് സെലക്റ്റഡ് ആയിട്ട് ഉള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിവിടെ അഡ്മിഷൻ ടു ബിഫാം ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. ബിഫാം കോഴ്സിൻ്റെ 3rd സെമസ്റ്ററിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്നതിനെയാണ് ബിഫാം ലാറ്ററൽ എൻട്രി എന്ന് പറയുന്നത്. ബിഫാം 3 അതായത് 4 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ 2nd ഇയറിലേക്കാണ് നേരിട്ട് ഈ ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുക. ബിഫാം ലാറ്ററൽ എൻട്രിയുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഡിഫാം പാസ്സായിട്ട് കംപ്ലീറ്റ് ആയിരിക്കണം, അതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുള്ളത് ഈ ഒരു ഡിസംബർ 11 അതുപോലെ തന്നെ 16 അതായത് മറ്റന്നാളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ, തിങ്കളാഴ്ച വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുക. ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ, അതുപോലെ ഫിൽ ആപ്ലിക്കേഷൻ, അതുപോലെ ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇമേജും അതുപോലെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ അക്നോളജ്മെൻറ്റ് പ്രിൻ്റ് എടുക്കൽ, ഇത്രയുമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഡേറ്റ് ചിലപ്പോൾ നീട്ടും ചിലപ്പോൾ നീട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നീട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ തന്നെ അതായത് തിങ്കളാഴ്ച തന്നെ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വേണ്ടവർ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എങ്ങനെ വിദ്യാർത്ഥികൾക്ക് അപ്ലോഡ് ചെയ്യാം, അതായത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്, എങ്ങനെയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ അതായത് ഇൻസ്ട്രക്ഷൻസുകൾ വെബ്സൈറ്റിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് പ്രീ റിക്വസ്റ്റ്സ് ഫോർ അപ്ലൈങ് ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് ഇവിടെ പ്രത്യേകിച്ചും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ മുമ്പായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു PDF നിങ്ങൾ ഓപ്പൺ ചെയ്ത ശേഷം അതിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്വന്തമായിട്ട് അപേക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു റിക്വയർമെൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം, അതായത് അതിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടാകണം, ബ്രൗസർ ഉണ്ടായിരിക്കണം, അതുപോലെ PDF റീഡർ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ പ്രിൻ്റർ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രിൻ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത്രയുമാണ് ബേസിക് ആയിട്ട് വേണ്ടത്. അപ്പോൾ ഇതിൽ പ്രിൻ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഏതെങ്കിലും കഫേയിൽ ആ ഒരു PDF നിങ്ങൾക്ക് കൊടുത്തിട്ട് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്കൊരു ഇമെയിൽ ID അതുപോലെ മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സിൽ നിങ്ങളുടെ ഈ ഒരു ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ, അതായത് ഈ ഒരു JPEG ഫോർമാറ്റ് ആൻഡ് കാൻഡിഡേറ്റ് ഫോട്ടോഗ്രാഫ് ആൻഡ് ഈ ഒരു സിഗ്നേച്ചർ, അത് നിങ്ങളുടെ ഫോട്ടോയും വേണം. അതുപോലെ തന്നെ ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഇട്ട ശേഷം അത് ഒരു PDF രൂപത്തിലാക്കിയിട്ടുള്ള ആ ഒരു സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കാരണം ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫിൻ്റെ ആ ഒരു PDF രൂപത്തിലുള്ള ആ ഒരു ഡോക്യുമെൻ്റ് വേണം. അതുപോലെ തന്നെ നിങ്ങൾ കേരളയിലാണ് എന്ന് തെളിയിക്കാനായിട്ട് നിങ്ങൾ ജനിച്ച സ്ഥലം കേരളത്തിലാണ് എന്നുള്ളതോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. അതുപോലെ തന്നെ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. SC/ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC/BC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, EWS വിഭാഗത്തിലുള്ളവരാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് എന്നിവയും, അതുപോലെ മറ്റെന്തെങ്കിലും കാറ്റഗറിയിലുള്ളവർ ആണെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് കൂടി വിദ്യാർത്ഥികൾ ഈ ഒരു ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തവരുടെ മക്കളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റും, അതുപോലെ തന്നെ നിങ്ങൾ ഫിഷർമാൻ അല്ലെങ്കിൽ ഒരു ഇൻമേറ്റ് ഓഫ് ശ്രീ ചിത്ര ഹോം, അതായത് ശ്രീ ചിത്ര ഹോം അല്ലെങ്കിൽ നിർഭയ ഹോം അല്ലെങ്കിൽ ഈ ഒരു ജുവനൈൽ ഹോം എന്നിവിടങ്ങളിലുള്ളവരാണെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ വേണ്ടത് ആ ഒരു ഡോക്യുമെൻറ്റ്സൊക്കെ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു അപേക്ഷ നൽകുമ്പോഴായിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസാണ്, അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ
UPIയോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപ്ലൈ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾക്ക് വേണ്ട, അതായത് ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകാം എന്നുള്ളത് നൽകിയിട്ടുണ്ട്. അതുപോലെ എങ്ങനെ ഈ രജിസ്ട്രേഷൻ ചെയ്യണം, അതുപോലെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഓൺലൈൻ പേയ്മെൻറ്റായിട്ട് ഫീസ് അടക്കേണ്ടത്, അതുപോലെ ഇമേജ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, അതിൻ്റെ സൈസ് എങ്ങനെയാണ്, അതുപോലെ സിഗ്നേച്ചർ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസും, അതായത് ബേസിക് മുതൽ ഈ ഒരു അഡ്വാൻസ് ആയിട്ട് ഈ ഒരു എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ നൽകണം എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകാനായിട്ട് വേണ്ടത് എന്നത് നോക്കാം. നാറ്റിവിറ്റി തെളിയിക്കാനായിട്ട് SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ട് SSLC അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് കേരളൈറ്റ് ആണ് എന്ന് തെളിയിക്കുന്നതിനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോസ്പെക്ടസ് ക്ലോസ് 4.1 പറഞ്ഞ പ്രകാരമുള്ള ഡോക്യുമെൻറ്റ്, അതായത് നിങ്ങൾക്ക് ഈ ഒരു SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ജനിച്ച പ്ലേസ് കേരളത്തിൽ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ ഈ ഒരു SC/ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും, അതുപോലെ തന്നെ SC, BC, OBC, OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും, അതുപോലെ തന്നെ ഈ ഒരു EWS വിഭാഗക്കാരാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റുമാണ് ഹാജരാക്കല്ല അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്തത് ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇൻ്റർകാസ്റ്റ് ചെയ്തവരുടെ മക്കൾ ആണ് നിങ്ങളെങ്കിൽ, അതായത് SC/ST വിഭാഗത്തിലുള്ളവരുടെ മക്കൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് തഹസിൽദാർ ഇഷ്യൂ ചെയ്തത് ഉണ്ടായിരിക്കണം. അത് ആനുകൂല്യം വേണമെങ്കിൽ മാത്രമേ അതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ SC, BC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ, SC, BC വിഭാഗത്തിലുള്ളവരുടെ ഉള്ളവർക്കും, അതായത് SC, BC വിഭാഗത്തിലുള്ളവരും ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തവരുടെ മക്കൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെൻ്റ് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഫിഷർമാൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു നിർഭയ ഹോം, ചിൽഡ്രൻസ് ഹോം, ശ്രീചിത്ര ഹോം എന്നിവിടങ്ങളിലുള്ള, അതുപോലെ ജുവനൈൽ ഹോം എന്നിവിടങ്ങളിലുള്ളവർ ആണെങ്കിൽ ആ ഒരു സെൻറ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. കാരണം നിങ്ങൾ അവിടെയാണ് ഉള്ളത് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എൻട്രൻസ് കമ്മീഷണർ ഈ ഒരു പ്രോസ്പെക്ടസിൽ പറഞ്ഞ പ്രകാരം എന്തെങ്കിലും ഡോക്യുമെൻ്റ് എക്സ്ട്രാ ആയിട്ട് അതിൽ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റോട് വിദ്യാർത്ഥികൾ ഈ ഒരു അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ ഒറിജിനൽ ഡോക്യുമെൻറ്റ് വിൽ ബി അതായത് നിങ്ങൾ അഡ്മിഷൻ നേടുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ പരിശോധിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് മാത്രമേ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നൽകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ നൽകിയ ശേഷം നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ അക്നോളജ്മെൻറ്റ്, അതായത് ആപ്ലിക്കേഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ പ്രിൻ്റ് ഔട്ടോ മറ്റ് കാര്യങ്ങളോ പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസിലേക്ക് അയക്കേണ്ടതില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡിസംബർ 16-ാം തീയതി വരെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിലവിൽ നൽകാൻ സാധിക്കുള്ളൂ. 16-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. ഈ ഒരു ഡേറ്റ് നീട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ തന്നെ രജിസ്ട്രേഷൻ അതുപോലെ ഉള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.